സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക ഗസ്റ്റ് അപ്പിയറൻസിലെത്തുന്ന സംവിധായകൻ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മമ്മൂക്ക ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഈ ഒരു സിനിമ ഏതാണെന്നോ ഈ ഒരു സിനിമയിലെ മറ്റു ടെക്നീഷ്യന്മാരെയോ ആരെയും അറിയില്ല. ആകെ അറിയുന്നത് രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം. അതോടൊപ്പം ഈ ഒരു സിനിമ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആകാനുള്ള ഏക കാരണം മമ്മൂക്ക ഗസ്റ്റ് അപ്പിയറൻസിൽ എത്തുന്നത് കൊണ്ട് തന്നെയാണ്. അതും മമ്മൂക്കയുടെ ഐക്കൺ കഥാപാത്രമായ ബ്ലാക്കിലെ കാരിക്കാമുറി ഷൺമുഖനായി മമ്മൂക്ക ചിത്രത്തിൽ 10 മിനിറ്റോളം നീണ്ട വേഷത്തിലാണ് എത്തുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ഷൺമുഖൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, കൂടാതെ ലൈക്കും ചെയ്യണേ. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ വളരെ വിഷമകരമായിട്ടൊരു അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ദളപതി വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 9-ാം തീയതിയായിരുന്നു ചിത്രത്തിന്റെ ആഗോള റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. റിലീസ് അടുക്കുംതോറും ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയാകാത്തതാണ് ചിത്രത്തിന്റെ റിലീസ് മാറ്റാനുള്ള പ്രധാന കാരണം. ദളപതി വിജയുടെ സിനിമാ കരിയറിൽ തന്നെ അവസാന ചിത്രമായിട്ടായിരുന്നു ജനനായകൻ തിയേറ്ററുകളിൽ എത്താനിരുന്നത്. ചിത്രത്തിന് വൻ ബുക്കിംഗ് ആണ് തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രീസെയിൽ തന്നെ റെക്കോർഡിലേക്ക് പോകുകയായിരുന്നു. മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സിനിമാ ലോകവും മലയാള സിനിമാ ലോകവും ഉറ്റുനോക്കുന്ന ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ദൃശ്യത്തിന്റെ 3-ാം ഭാഗത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 2026 ആദ്യ ആഴ്ച തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുമെന്ന് ജിത്തു ജോസഫ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ മമ്മൂക്കയുടെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രമായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവലിന്റെ ഫൈനൽ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം 2,66,00,000 രൂപയാണ് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മലയാളം പതിപ്പ് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ തമിഴ്നാട് ഷെയർ 1,17,00,000 രൂപയാണ്. ചിത്രത്തിന്റെ തമിഴ്നാട്ടിൽ വിതരണാവകാശം സ്വന്തമാക്കിയവർക്ക് ചിത്രം ഒരു വിജയ ചിത്രമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.